coming soon. സുവിശേഷവേല ചെയ്യാം, ആത്മാക്കളെ നേടിടാം. പ്രേമ പ്രേമ കർത്താവ് സംസാരിക്കുന്നു. പ്രേമ പ്രേമ കർത്താവ് സംസാരിക്കുന്നു. ജനമേ, ദൈവജനമേ, ഹൃദയം തുറന്നു കേൾക്കുവിൻ. കർത്താവിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കൃപയെ സ്വന്തമാക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ നിറഞ്ഞ സാന്നിധ്യം നമ്മുടെ മധ്യയുണ്ട്. നിങ്ങൾക്കേവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. ഷെക്കേന ടെലിവിഷനിലൂടെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഈ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എൻ്റെ എല്ലാ സഹോദരി സഹോദരങ്ങളും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കർത്താവിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ദൈവകൃപയുടെ ജീവിതം നയിക്കുവാൻ നമുക്കെല്ലാവർക്കും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. ടെലിവിഷനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ആവശ്യങ്ങളും നിയോഗങ്ങളും ടെക്സ്റ്റായിട്ട് അയക്കാവുന്നതാണ്. അതോടൊപ്പം യൂട്യൂബിൽ കമൻറ്റ് ബോക്സിലും നമ്മുടെ ആവശ്യങ്ങൾ നിയോഗങ്ങൾ നിങ്ങൾക്ക് മെസ്സേജായിട്ട് സെൻഡ് ചെയ്യാം. കർത്താവിൻ്റെ സാന്നിധ്യം പൂർണ്ണമായും അനുഭവിച്ചുകൊണ്ട് നമ്മളിവിടെ കൂടി വന്നതിനേക്കാളും വലിയ യാഥാർത്ഥ്യമാണ് നമ്മുടെ മധ്യേ നമ്മുടെ കർത്താവുള്ളത്. 40-ാം സങ്കീർത്തനം 5-ാം വചനത്തിൽ ഇപ്രകാരം ദൈവത്തിന് തിരുവെഴുത്ത് പറയുകയാണ്: ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു. എത്ര അർത്ഥവത്താണ് പ്രിയപ്പെട്ടവർ ഈ വചനം. ദൈവമായ അങ്ങ് എന്തുമാത്രം അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. നമ്മുടെ ചിന്തകൾക്കപ്പുറമായി, നമ്മുടെ ബുദ്ധിക്ക് അതീതമായി ഒരുപാട് അനുഗ്രഹങ്ങളും നന്മകളും അത്ഭുതങ്ങളും നമുക്ക് വേണ്ടി കർത്താവ് ചെയ്തില്ലേ? നമുക്ക് എങ്ങനെ കർത്താവിനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുക? കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്നേഹിക്കുവാൻ, കർത്താവിനെ അനുസരിക്കുവാൻ, നമ്മുടെ കർത്താവിനെ പൂർണ്ണമായും പിൻപറ്റുവാൻ അനേകം കാരണങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ കാര്യത്തിൽ എത്ര ശ്രദ്ധയുള്ളവനായിരുന്നു നമ്മുടെ കർത്താവ്. കർത്താവിൻ്റെ നിറഞ്ഞ സ്നേഹം നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്ക് സ്വന്തമാക്കാം.
നമ്മുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, നമ്മുടെ ആവശ്യങ്ങൾ, നിയോഗങ്ങളിലെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം നിറയുവാൻ, കർത്താവിൻ്റെ തേജസ് അവിടെയെല്ലാം പ്രതിഫലിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകത്തിനായി നമ്മൾ ആഗ്രഹിക്കുക. 40-ാം സങ്കീർത്തനം 17-ാം വചനത്തിൽ വീണ്ടും ദൈവത്തിന് തിരുവെടുത്ത് പറയുകയാണ്, കർത്താവിന് നമ്മെപ്പറ്റി കരുതലുണ്ട്, അങ്ങൻ്റെ സഹായകനും വിമോചകനുമാണ്. കർത്താവിന് നമ്മെപ്പറ്റി കരുതലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പലരുമായി സംസാരിച്ചപ്പോൾ ഒരുപാട് വ്യക്തികൾ കടുത്ത നിരാശയിലാണ്, ദുരിതത്തിലാണ്, ജീവിക്കാൻ പോലും പ്രതീക്ഷ നഷ്ടപ്പെട്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാതെ ആശങ്കയിലും ആകുലതയിലുമാണ്. ഒരുപാട് പേരുടെ വരുമാന മാർഗങ്ങൾ അടഞ്ഞുപോയി, ജോലി നഷ്ടപ്പെട്ടു, ജീവിതം കടുത്ത പ്രതിസന്ധിയിലാണ്, കുടുംബത്തിൽ നിരവധിയായ ആവശ്യങ്ങൾ, ഇതെങ്ങനെ നിറവേറ്റുമെന്നറിയാതെ ഒരുപാട് ജീവിതങ്ങൾ നട്ടം തിരിയുകയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുക, കർത്താവിന് നമ്മെപ്പറ്റി കരുതലുണ്ട്. എത്ര പേര് ഈ വചനത്തിൽ വിശ്വസിക്കുന്നു? സാഹചര്യങ്ങൾ എന്തുവാണെങ്കിലും നമ്മെ പരിപാലിക്കാൻ കർത്താവ് മതിയായവനാണ്. ഏത് സാഹചര്യത്തിൽ നമ്മളെ കരുതുവാൻ യേശു ശക്തനാണ്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കി. പ്രഭാഷകൻ 51:22 നമ്മളതാണ് ഇനി അല്പസമയം ചെയ്യാൻ പോകുന്നത്. ഹൃദയം തുറന്ന് നമ്മുടെ ആവശ്യങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കണം. നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ ഓർത്ത്, നമ്മൾ അനുഭവിക്കുന്ന തകർച്ചകളെ ഓർത്ത്, നമ്മുടെ കണ്ണുനീരുകളെ ഓർത്ത്, നമ്മുടെ വേദനകളെ ഓർത്ത്, പരാജയങ്ങളെ ഓർത്ത്, കഷ്ടനഷ്ടങ്ങളെ ഓർത്ത് നമ്മൾ സ്നേഹത്തോടെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ അത്ഭുതകരമായ ദൈവശക്തി നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിനെ അറിയിക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ആവശ്യങ്ങളിൽ നിന്ന് നമ്മൾ കർത്താവിനെ ആരാധിക്കണം. പൗലോസും ശീലാസും ഫിലിപ്പി കാരാഗ്രഹത്തിൽ ഉള്ളറയിൽ കിടന്ന് അവര് കർത്താവിനെ ആരാധിച്ചത് ചങ്ങല പൊട്ടാനായിരുന്നില്ല. അവര് കർത്താവിനെ ആരാധിച്ചത് ആ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നില്ല, അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കപ്പെടാനായിരുന്നില്ല, ആ ഉഗ്ര പീഡയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊരു വിമോചനം കിട്ടണം ഈ ആഗ്രഹത്തോടു കൂടെ ആയിരുന്നില്ല. അവർ അനുഭവിച്ച പീഡനങ്ങളിൽ, അവർ അനുഭവിച്ച സഹനങ്ങളിൽ, ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് അവരെ വിളിച്ചവനായ കർത്താവിനെ സ്നേഹത്തോടെ ആരാധിച്ച് മഹത്വപ്പെടുത്തിയപ്പോൾ സ്വർഗത്തിന്റെ ശക്തി ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇടിമിന്നൽ പോലെ വെളിപ്പെട്ടു. പിന്നെ അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി ഇതുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ആവശ്യങ്ങൾ ഇതുപോലെ ഇടപെടുവാൻ ശക്തനാണ് നമ്മുടെ കർത്താവ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. പ്രഭാഷകന്റെ പുസ്തകം 51:22 എന്താണ് വചനം പറയുന്നത്? കർത്താവ് എനിക്കൊരു നാവ് നൽകി, അതുപയോഗിച്ച് ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും. മനോഹരമായ വചനമാണ്. കർത്താവ് എനിക്കൊരു നാവ് നൽകി. ഈ നാവ് എന്തിനു വേണ്ടിയാ? ചീത്ത വിളിക്കാനല്ല, തെറി പറയാനല്ല, പരിഹാസങ്ങൾ, നിന്ദാവചനങ്ങൾ ഉച്ചരിക്കാനല്ല, മറ്റുള്ളവരെ അപഹസിക്കാനല്ല, നെഗറ്റീവ് പറയാനല്ല. ഈ നാവ് കർത്താവിനെ സ്തുതിക്കാൻ, കർത്താവിനെ ആരാധിക്കാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിന്റെ വചനങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കാൻ. ജീസസ് ജീസസ് ജീസസ്. ശക്തമായ ദൈവ സാന്നിധ്യം അനേകരിലേക്ക് പരിശുദ്ധാത്മ പകരുന്നുണ്ട്. അഭിഷേകത്തിന്റെ തീ ഇറങ്ങി വരുന്നുണ്ട്. ദൈവത്തിന്റെ കൃപ നിറഞ്ഞൊഴുകപ്പെടുന്നുണ്ട്. ഹൃദയം തുറന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ആദരം തുറന്ന് യേശുനാമം വിളിക്കുക. യേശുനാമത്തിന്റെ ശക്തി മനസ്സിലാക്കി വിളിക്കുക. കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, പൈശാചിക പീഡകൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ജീവിതങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ, നമ്മുടെ മക്കള് ദൈവകൃപയാൽ നിറയട്ടെ, അന്ധകാര വ്യാപാരങ്ങൾ നിർവീര്യമാകട്ടെ, സാത്താൻ കോട്ടകൾ തകരട്ടെ, പൈശാചിക പോരുകൾ ഛിന്നഭിന്നമാകട്ടെ. കരമുയർത്തി സ്വരമുയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. എല്ലാ ദുഃഖ ദുരിതങ്ങളിലേക്കും
വേദനിക്കുന്ന ജീവിതങ്ങളിലേക്ക്, പ്രത്യാശയില്ലാത്ത കുടുംബങ്ങളിലേക്ക്, വരുമാന മാർഗങ്ങൾ നഷ്ടപ്പെട്ട ഓരോ വ്യക്തിയിലേക്കും കർത്താവേ വരണമേ, കർത്താവേ വരണമേ, കർത്താവേ വരണമേ. ഞങ്ങളെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങളെ ഓർത്ത് സ്തുതിച്ച്, നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകളെ ഓർത്ത് സ്തുതിച്ച്, നമ്മുടെ മുൻപിലുള്ള പ്രതിസന്ധികളെ ഓർത്ത് സ്തുതിച്ച്, അത്ഭുതങ്ങൾ വെളിപ്പെടുന്ന സമയം, നമുക്ക് വേണ്ടി പുതിയ വഴികൾ തുറക്കപ്പെടുന്ന സമയം. റിലീസ് ലോർഡ്, റിലീസ്. ഹല്ലേലൂയ. ദൈവശക്തി, ദൈവശക്തി, ദൈവശക്തി വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് കരഘോഷത്തോടെ എല്ലാം മറന്ന് പാടി പാടി പ്രാർത്ഥിക്കുകയാണ്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ. എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ പാടി പ്രാർത്ഥിക്കാം. യേശു മതി, അസ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ. ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. ആ ബോധ്യത്തോടെ പാടുക എല്ലാവരും. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ. ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാ. കരങ്ങൾ ഉയർത്തിയടിച്ച് ആനന്ദത്തോടെ അഭിഷേകത്തോടെ പാടാം. യേശു മതി, അസ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ. എല്ലാം മറന്ന് അഭിഷേകത്തോടെ പാടിക. യേശു മതി, അസ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. ആമേൻ, ആമേൻ. തൻ ഹിതം മതി, നിത്യജീവൻ. കാക്കയെ അയച്ച ആഹാരം തരുന്ന കർത്താവ്, ആവശ്യമെല്ലാം നടത്തിത്തരും, യേശു മതിയായവൻ. ചേർന്ന് പാടാം. ആഹാരം തരും, നടത്തിത്തരും, ലാഭമാക്കി തരും യേശു. പരസ്പരം പുഞ്ചിരിച്ച് ചേർന്ന് പാടാം. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. ആമേൻ. ഈശോയേ, ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, അവിടുന്ന് സർവശക്തനും സർവാധിപനുമായ ദൈവമാണ്. തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. നിത്യജീവൻ മതി എനിക്ക്. ഈശോയേ, ഹൃദയത്തോട് വിളിച്ച് യേശുവേ, നമ്മുടെ നിത്യജീവനായ, നമ്മെ കരുതുന്നവനായ, നമ്മെ പരിപാലിക്കുന്നവനായ, നമ്മെ സൂക്ഷിക്കുന്നവനായ, നമ്മെ വഴി നടത്തുന്നവനായ നമ്മുടെ കർത്താവിനെ സ്നേഹത്തോടെ വിളിക്കാം. യേശുവേ, യേശുവേ. ഹൃദയം തുറന്ന് സ്വരമുയർത്തി കരമുയർത്തി വിളിക്കുന്നു. ഈശോയെ, കൃപ വർഷിക്കണമേ, കൃപ വർഷിക്കണമേ. കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, ദേശങ്ങളിലേക്ക്, ലോകരാജ്യങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക്, സാർവത്രിക സഭയിലേക്ക് കൃപ വർഷിക്കണമേ, കൃപ വർഷിക്കണമേ, കൃപ ചൊരിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യം, ജീവനുള്ള സാന്നിധ്യം ഞങ്ങളുടെ ജീവിതങ്ങളെ കൂടുതൽ ഫലമുള്ളതാക്കി തീർക്കട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ കൂട്ടായ്മകളെ വിശുദ്ധീകരിക്കട്ടെ. സ്പിരിറ്റ് ഓഫ് ഗോഡ് മൂവ്. പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ. എല്ലാ ശുശ്രൂഷകളെ ഏറ്റെടുക്കണമേ. എല്ലാവരുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ. ആവശ്യങ്ങളെ ഏറ്റെടുക്കണമേ. അനുഗ്രഹിക്കണമേ. ബ്ലെസ്, ബ്ലെസ് ലോർഡ്. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. പരിശുദ്ധ അമ്മേ,
തിരുസഭയുടെ നാഥേ, തിരുകുടുംബത്തിൻ്റെ മധ്യസ്ഥെ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ എല്ലാം ഏൽപ്പിക്കുകയാണ്. ഞങ്ങൾ ആവശ്യങ്ങൾ, നിയോഗങ്ങളെല്ലാം സമർപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിന് ശക്തമായ പ്രവർത്തനം ഈ നിയോഗങ്ങളിലെല്ലാം വെളിപ്പെടുവാൻ അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആവേ 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 മരിയ, ആവേ 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 മരിയ. സർവ്വമുയർത്തി നമുക്ക് ഏറ്റുപറയാം, ആവേ മരിയ. അമ്മ മാതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. അമ്മ മാതാവേ, ഞങ്ങളെ പൊതിഞ്ഞു നിൽക്കണമേ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങളും ഞങ്ങൾ സ്വീകരിക്കുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, ആവശ്യങ്ങളും ടെക്സ്റ്റ് മെസ്സേജായിട്ട് നിങ്ങൾക്ക് അയക്കാം. യൂട്യൂബിൽ കമൻറ്റ് ബോക്സിലും നമ്മുടെ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ ശുശ്രൂഷയുടെ സമാപനത്തിൽ നമ്മൾ ഒരുമിച്ച് ഒരു മനസ്സോടെ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് പ്രാർത്ഥിക്കും. ഒരുപാട് വ്യക്തികൾ ഷെക്കേനയുടെ ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ട്. കർത്താവ് കൊടുത്ത അനുഗ്രഹങ്ങളെ ഓർത്ത്, നന്മകളെ ഓർത്ത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്കൊരു തീർപ്പുണ്ടാക്കി തരും. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ സമയം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന, ചെറിയ കാര്യങ്ങളിലും ദൈവത്തെ വലിയവനായി വിശ്വസിക്കുക. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് റേമ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ഫോൺ കോളുകളും പലരുമായി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് ജീവിതങ്ങൾ കടുത്ത നിരാശയിലാണ്. ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അനുഭവങ്ങൾ, മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം വരുമാന മാർഗങ്ങൾ അടഞ്ഞുപോയി, ജോലി നഷ്ടപ്പെട്ടവരെ, ജോലിയിൽ ശമ്പളം വെട്ടിക്കുറച്ചവരെ, ബിസിനസ് പൊളിഞ്ഞു പോയവരെ, ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്കപ്പെടുന്നവരെ, മക്കളെ ഓർത്ത് കണ്ണുനീരൊഴുക്കുന്ന മാതാപിതാക്കൾ, കുടുംബത്തിൽ അടിക്കടിക്കുണ്ടാകുന്ന തകർച്ചകൾ മൂലം വേദനിക്കുന്നവരെ, ഇങ്ങനെ പോയാൽ കാര്യങ്ങൾ എവിടെ ചെന്ന് അവസാനിക്കുമെന്നറിയാതെ പല വിധത്തിലുള്ള ആകുലതകളും വേദനകളുമായി നീറി കഴിയുന്ന ആയിരക്കണക്കിന് ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുപാടിലുണ്ട്. ഈ അനുഭവങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ പലപ്പോഴും ഹൃദയം ഇങ്ങനെ ഒരുപാട് വേദനിക്കുന്നൊരു അനുഭവം ഉണ്ടായി. മറ്റൊരു സന്ദേശവും നിങ്ങൾ പങ്കുവയ്ക്കാമെന്ന് ആഗ്രഹിച്ചത്, പക്ഷേ ഇന്നത്തെ ശുശ്രൂഷകൾക്ക് വേണ്ടി ഈ ഒരു ആത്മഭാരത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വ്യക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, എൻ്റെ ജനം വലിയ പ്രതിസന്ധിയിലാണ്. ഒരുപാട് പേര് പ്രത്യാശ നഷ്ടപ്പെട്ട് ദുഃഖത്തിലും കണ്ണുനീരിലും വേദനയിലും കഷ്ടതയിലും കഴിയുന്നുണ്ട്. അവരോട് ഈ ദൂത് അറിയിക്കുക. ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മുടെ കർത്താവിനെ വലിയവനായി വിശ്വസിക്കുക. നമ്മൾ വലിയ വലിയ ആവശ്യങ്ങൾ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും തകർച്ചകളും നൊമ്പരങ്ങളും വേദനകളൊക്കെ വരുമ്പോൾ നമ്മൾ കർത്താവേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ചങ്ക പൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ കൊച്ചു കൊച്ചു വിഷയങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മളത് അത്ര സീരിയസ് ആയി ഗൗരവമായി എടുക്കാറില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് വേണ്ട 5 രൂപയും നമുക്ക് വേണ്ട 5 കോടിയും കർത്താവിന് ഒരുപോലെയാണ്. പ്രിയപ്പെട്ടവരെ,
ഏത് കാര്യത്തിലും ഏത് ആവശ്യത്തിലും നാം കർത്താവിനെ ആശ്രയിക്കണം, കർത്താവിനെ വിശ്വസിക്കണം, കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നമ്മൾ കണ്ണുകൾ ഉയർത്തണം. നിശ്ചയമായും നമ്മുടെ പ്രശ്നങ്ങൾക്ക് തീർപ്പുണ്ടാകുമെന്ന് നമ്മൾ ആരും സംശയിക്കേണ്ട. നമ്മുടെ കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. 2020 കഴിഞ്ഞു, 2021 നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ വർഷം കടുത്ത പ്രതിസന്ധികളുടെയും അതുപോലെ തന്നെ പലവിധ പ്രതികൂലങ്ങളുടെയും വർഷമായി മാറുമെന്ന് ഇതിനോടകം പലരും പറഞ്ഞു കഴിഞ്ഞു. സാധാരണക്കാരല്ല, വലിയ വലിയ സാമ്പത്തിക വിദഗ്ധരെ, രാഷ്ട്രതന്ത്രജ്ഞന്മാരെ, കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് വിലയിരുത്തി കൃത്യതയോടെ അവതരിപ്പിക്കുന്നവരെ അവർ പറഞ്ഞു COVID-19 ആഫ്റ്റർ ഇഫക്റ്റുകൾ കൂടുതലായി ഇനി വരാൻ പോകുന്നേയുള്ളൂ. പല ബിസിനസ് സ്ഥാപനങ്ങളും ചിലപ്പോൾ അടച്ചു പൂട്ടേണ്ടി വരും, പല കമ്പനികളും തകരും, അനേകർക്ക് ഇനിയും ജോലി നഷ്ടപ്പെടും. ഇത് യാഥാർത്ഥ്യമാകാം, യാഥാർത്ഥ്യമല്ലാതിരിക്കാം. എന്നാൽ ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ സ്നേഹത്തോടെ പങ്കുവെക്കുകയാണ്. കർത്താവിൻ്റെ പരിപാലനയ്ക്ക് ഒരു സാഹചര്യവും തടസ്സമല്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. ലോകം എന്തുമാത്രം പ്രതിസന്ധിയിലൂടെയും ഞെരുക്കത്തിലൂടെയും കഷ്ടതയിലൂടെയും കഠിനമായ ക്ഷാമത്തിലൂടെയും പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയാലും ആരെല്ലാം കർത്താവിനെ സ്നേഹിക്കുന്നുവോ, ആരെല്ലാം കർത്താവിനെ ആശ്രയിക്കുന്നുവോ, ആരെല്ലാം കർത്താവിൻ്റെ വിശ്വസ്തതയിൽ ജീവിക്കുന്നുവോ അവരെ പരിപാലിക്കുവാൻ, അവരുടെ ആവശ്യങ്ങളെ നടത്തുവാൻ, അവരെ ഉയർത്തുവാൻ, വളർത്തുവാൻ ശക്തനായ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. പൂർണ്ണമായത് വിശ്വസിക്കുക. ചുമ്മാ ഒരു കളിപ്പീല് പറയല്ല. പൂർണ്ണമായും എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഈ സത്യം വിശ്വസിച്ചോ. വിശുദ്ധ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നുണ്ട്. തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 24-ാമത്തെ തിരുവാക്യമാണ്. എന്നെ ഒരുപാട് ബലപ്പെടുത്തുന്നൊരു വചനമാണ്. പലപ്പോഴും കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷകളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ശുശ്രൂഷയുടെ ഭാരങ്ങള്, ക്ലേശങ്ങള്, പല വിധത്തിലുണ്ടാകുന്ന ഞെരുക്കങ്ങളൊക്കെ നമ്മളെ വരിഞ്ഞു മുറുക്കുമ്പോൾ ചില നിമിഷങ്ങളിലൊക്കെ നമുക്ക് സംശയങ്ങളും ആകുലതകളും ആശങ്കകളൊക്കെ കടന്നു വരാം. ഈ സമയങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവ് ശക്തമായി ഉണർത്തിക്കൊണ്ടിരിക്കുന്ന അഭിഷിക്ത വചനമാണ് 1 തെസ്സലോനി 5:24. അവിടെ എന്താ പരിശുദ്ധാത്മാവ് പറയുന്നത്? നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്, അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. വിശ്വസ്തനായ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. വിശ്വസ്തനായ കർത്താവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. വിശ്വസ്തനായ കർത്താവിനെയാണ് നമ്മൾ ശുശ്രൂഷിക്കുന്നത്. നമ്മൾ വിശ്വസ്തയോടെ പരിപാലിക്കുന്ന നമ്മുടെ ദൈവത്തെയാണ് നമ്മൾ പിൻപറ്റുന്നത്. നമ്മൾ എത്ര ബ്ലെസ്സഡ് ആണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രയെത്ര അനുഗ്രഹീതരാണ്. നമുക്ക് ഉറച്ച ബോധ്യമുണ്ടാകണം. സാഹചര്യങ്ങൾ മാറി മറിയുമ്പോഴും കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. പ്രതികൂലങ്ങളാകട്ടെ, അനുകൂലങ്ങളാകട്ടെ, തകർച്ചകളാകട്ടെ, ഉയർച്ചകളാകട്ടെ, പരാജയങ്ങളാകട്ടെ, വിജയങ്ങളാകട്ടെ, ദുഃഖ ദുരിതങ്ങളാകട്ടെ, ആനന്ദമാകട്ടെ, എന്തുമാവട്ടെ, കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. ഏത് സാഹചര്യത്തിലും, ഏത് നിമിഷത്തിലും, ഏത് പ്രതികൂലത്തിലും, ഏത് ഞെരുക്കത്തിലും, ഏത് കഷ്ടതയിലും, എത്ര വലിയ പരാജയത്തിലും, എന്തുമാത്രം വലിയ ദുരിതത്തിൻ്റെയും ദുരന്തത്തിൻ്റെയും നടുവിലും നമ്മളെ പരിപാലിക്കുവാൻ, നമ്മെ കരുതുവാൻ, നമ്മെ അനുഗ്രഹിക്കുവാൻ, നമ്മുടെ ആവശ്യങ്ങൾ ചേർത്ത് തരുവാൻ മതിയായവനാണ് കർത്താവായ യേശു. ഹല്ലേലൂയ. ഇതങ്ങ് പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. നിരാശപ്പെടരുത്. ഞാനിത് അല്പം വേദനയോടുകൂടി പറയുന്നതിന് കാരണം പലരുടെയും ധാരണ ഈ പ്രതിസന്ധി ഞങ്ങളെ കൊണ്ടേ പോകൂ, ഈ പ്രതിബന്ധം ഞങ്ങളെ കുടുംബത്തെ തകർത്ത് കളയും, ഈ രോഗം ഞങ്ങൾ ഇല്ലാതാക്കും, ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സാമ്പത്തിക തകർച്ച മൂലം ഞങ്ങൾ സമൂഹത്തിൽ അപമാനിതരാകും,
ഇങ്ങനെ 100 പ്രശ്നങ്ങൾ മൂലം ആശങ്കയിൽ ആകുലതയിലിരിക്കുന്ന വ്യക്തികൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വിശ്വസ്തതയിൽ ശരണപ്പെടുക. എല്ലാവരും ഉറക്കേറ്റ് പറഞ്ഞ്, നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. പോരാ പോരാ, അത് ഹൃദയ ചങ്കിലേക്ക് അങ്ങ് ഏറ്റെടുത്ത് ഈ ദൂത്, ദൈവം തരുന്ന ഈ ആലോചന നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ഉറപ്പോടെ ബോധ്യത്തോടെ പറഞ്ഞ്, നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. യോഹന്നാന്റെ 1-ാം ലേഖനം 5:19 പറയുന്നുണ്ട്, നാം ദൈവത്തിന്റെ മക്കളാണ്, ലോകം മുഴുവൻ ദുഷ്ടന്റെ വലയത്തിലാണ്. 1 യോഹന്നാൻ 5:19. ലോകം മുഴുവൻ ദുഷ്ടന്റെ കരവലയത്തിലാണ്, ദുഷ്ടന്റെ പിടിയിലാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നാം കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് ജീവിക്കേണ്ട നാളുകളാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ നോട്ടം മാറിപ്പോകരുത്. നമ്മൾ വളരെ സൂക്ഷ്മതയുള്ളവരാകണം, ജാഗ്രതയുള്ളവരാകണം. കർത്താവിൻ്റെ ജ്ഞാനത്തിൽ നയിക്കപ്പെടണം, കർത്താവിൻ്റെ വിവേകത്തിൽ ഉറപ്പിക്കപ്പെടണം, കർത്താവിൻ്റെ ആലോചനയിൽ നമ്മൾ വളർത്തപ്പെടണം, കർത്താവിൻ്റെ അറിവിൽ നമ്മൾ പരിരക്ഷിക്കപ്പെടണം. ഇതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ തിരുഹിതം. പിശാചിൻ്റെ പിടിയിൽ ലോകവും ലോകത്തിൻ്റെ സംവിധാനങ്ങളും ഇന്ന് കറപ്റ്റഡ് ആണ്. അതിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഈ ലോകത്തിലെ ദേവനായ പിശാചാണ്. കർത്താവിൻ്റെ വചനത്തെ ചവിട്ടിക്കളയുന്ന, സുവിശേഷ മൂല്യങ്ങളെ അപഹസിക്കുന്ന വിധത്തിലുള്ള പാപകരമായ നിയമങ്ങൾ ഇന്ന് ലോകരാജ്യങ്ങളിൽ പാസ്സായിക്കൊണ്ടിരിക്കുക. അബോർഷൻ എത്ര രാജ്യങ്ങളിൽ പാസ്സായിക്കൊണ്ടിരിക്കുന്നത്, ദയാവധം, സ്വവർഗ വിവാഹം, മറ്റു പല വിധത്തിലുള്ള പാപകരമായ നിയമങ്ങൾ, ഇതെല്ലാം എന്താ വിളിച്ചു പറയുന്നത്? ലോകം ദുഷ്ടന്റെ പിടിയിലാണ്. അതുകൊണ്ട് തന്നെ കർത്താവിനെ നോക്കിക്കൊണ്ട്, കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട്, കർത്താവിൻ്റെ വിശ്വസ്തതയിൽ ആരെല്ലാം ജീവിക്കുന്നുവോ അവരെ ഏത് സാഹചര്യത്തിൽ സൂക്ഷിക്കുവാൻ, അവരെ പരിപാലിക്കുവാൻ, അവരെ കരുതുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. പ്രിയപ്പെട്ടവരെ, 37-ാം സങ്കീർത്തനം 19-ാമത്തെ വചനം എന്താ നമ്മോട് പറയുന്നത്? ലോകത്തിൽ എന്തൊക്കെ ക്ഷാമം വരട്ടെ, 2021 ക്ഷാമത്തിൻ്റെയും പ്രതിസന്ധിയുടെ നാളുകളാണെന്ന് പലരും പറയുമ്പോൾ, കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് ഇതൊരു വിഷയമല്ല. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് ഈ ക്ഷാമകാലം ഭയാനകമല്ല. കർത്താവിനെ പിൻപറ്റുന്നവർക്ക് ഈ പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊന്നും, പ്രിയപ്പെട്ടവരെ, വേദനയോ തകർച്ചകളോ അല്ല. എന്താ വചനം പഠിപ്പിക്കുന്നത്? 37-ാം സങ്കീർത്തനം 19-ാമത്തെ തിരുവാക്യം. നമുക്ക് വചനം ശ്രദ്ധിക്കാം. ഞാൻ ആ വചനം ഒന്ന് വായിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കും. 37-ാം സങ്കീർത്തനം 19-ാമത്തെ തിരുവചനത്തിൽ എന്താ പരിശുദ്ധാത്മ പറയുന്നത്? അവർ അനർത്ഥകാലത്ത് ലജ്ജിതരാവുകയില്ല, ക്ഷാമകാലത്ത് അവർക്ക് സമൃദ്ധിയുണ്ടാകും. ക്ഷാമത്തിൻ്റെ നാളുകളിൽ, കഷ്ടതയുടെ നാളുകളിൽ, ക്ലേശത്തിൻ്റെ നാളുകളിൽ, ദുഃഖദുരിതങ്ങളുടെ നാളുകളിൽ നമുക്ക് സമൃദ്ധി തരുവാൻ, നമ്മുടെ ആവശ്യങ്ങൾ കൂട്ടിച്ചേർത്ത് തരുവാൻ, നമ്മെ കരുതലോടെ നയിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് എപ്പോഴാണ് സമൃദ്ധി ഉണ്ടായത്? ക്ഷാമത്തിൻ്റെ നാളുകളിലാണ്. അപ്പൊ ക്ഷാമം വരുമ്പോൾ മാറി പോകുന്നവനല്ല നമ്മുടെ കർത്താവ്. കഷ്ടപ്പാടുകൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, കണ്ണുനീരിന്റെ അനുഭവങ്ങൾ വരുമ്പോൾ, തിക്താനുഭവങ്ങൾ വരുമ്പോൾ മാറി നിന്ന് പൊട്ടിച്ചിരിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. അവൻ ചേർന്ന് നിന്ന് നമ്മെ അനുഗ്രഹിച്ച്, നമ്മെ കരുതി, നമ്മളെ പരിപാലിച്ച്, നമ്മുടെ ആവശ്യങ്ങൾ ചേർത്ത് തന്ന് കരുതലോടെ വഴി നയിക്കുന്നവൻ. ക്ഷാമകാലത്ത് അവർക്ക് സമൃദ്ധി ഉണ്ടാകുന്നു. ഇതിന് വലിയൊരു തെളിവ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കാണാൻ പറ്റും. സിമ്പിളായിട്ടുള്ള വചനങ്ങളാണ്, നമ്മളിതൊക്കെ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. പക്ഷേ കേട്ട കാര്യങ്ങളിൽ നമ്മൾ അകന്നു പോകരുത്. വളരെ ലളിതമായ കാര്യങ്ങളിലൂടെയാണ് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കുള്ള ആലോചനകൾ തരുന്നത്. പലരുടെ ഹൃദയം കഠിനമായി കൊണ്ടിരിക്കുക, കഷ്ടപ്പാടുകളും
എടുക്കാൻ പറ്റാത്ത വിധത്തിൽ ചില ചുമട്ടുകൾ മൂലം എങ്ങനെ കുടുംബത്തെ ഓർത്ത് വലയുന്ന ഒരുപാട് ജീവിതങ്ങളെ ഈ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ കണ്ണുകൾ കാണുന്നുണ്ട്. മക്കളെ ഓർത്ത് വീർപ്പുമുട്ടി കരയുന്ന മാതാപിതാക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. വരുമാന മാർഗങ്ങൾ നഷ്ടപ്പെട്ട് ഇനി കുടുംബം എങ്ങനെ പോറ്റുമെന്നറിയാതെ വേദനിക്കുന്ന 100 ജീവിതങ്ങളെ ഈ ശുശ്രൂഷയിൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, എന്താണ് ദൈവത്തിൻ്റെ അരൂപിക്ക് നമ്മോട് പറയാനുള്ളത്? ഉൽപ്പത്തിയുടെ പുസ്തകം 26-ന്റെ 1-2 വചനങ്ങൾ അവിടെ നമ്മുടെ പിതാവായ ഇസഹാക്കിനെ കുറിച്ചാണ് പറയുന്നത്. ആ വചനം നമുക്ക് ശ്രദ്ധിക്കാം. അബ്രഹാമിന്റെ കാലത്തുണ്ടായതിനു പുറമെ മറ്റൊരു ക്ഷാമം കൂടി ആ നാട്ടിലുണ്ടായി. ഇസഹാക്ക് ഗറാറിൽ ഫിലിസ്തീന്റെ രാജാവായ അബിമേലെക്കിന്റെ അടുത്തേക്ക് പോയി. ഒരു വലിയ കടുത്ത ക്ഷാമം ഉണ്ടാവുകയാണ്. ശ്രദ്ധിക്കണം, ഇപ്പോൾ COVID-19 മൂലം ലോകം മുഴുവനിലും സഭയിലും നമ്മുടെ കുടുംബങ്ങളിൽ ദേശങ്ങളിലൊക്കെ ഇതുപോലെ ഒരു ക്ഷാമത്തിൻ്റെ അവസ്ഥകളാണ്. അനേകം ബിസിനസ്സുകൾ പൂട്ടിപ്പോയി. എത്രയോ സ്ഥാപനങ്ങളാണ് അടച്ചു പൂട്ടിയത്, ബിസിനസ് ഇല്ലാതെ. ഹോട്ടലുകൾ, അതുപോലെ തന്നെ മറ്റു പല ബിസിനസ് സ്ഥാപനങ്ങൾ, മെഡിക്കൽ ഷോപ്പുകൾ വരെ ഒരുപാട് സ്ഥാപനം അടച്ചു പൂട്ടി. ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ കടുത്ത ക്ഷാമം ഉണ്ടാവുകയാണ്. ഈ സമയത്ത് ഇസഹാക്ക് ഗരാറിൽ പോയി താമസിച്ചു. കർത്താവ് സ്നേഹമുള്ളവനായതുകൊണ്ട് കർത്താവ് പ്രത്യക്ഷപ്പെട്ട് ഇസഹാക്കിനോട് പറഞ്ഞു, ഇസഹാക്കെ, നീ ഈജിപ്തിലേക്ക് പോകരുത്, ഞാൻ പറയുന്ന നാട്ടിൽ പാർക്കുക. ഇതാണ് ദൈവാനുഗ്രഹം പ്രാപിക്കാനുള്ള വഴി. നമ്മൾ സാഹചര്യങ്ങളിലേക്ക് നോക്കി, നമ്മുടെ മുൻപിലുള്ള പ്രതിസന്ധികളിലേക്ക് നോക്കി, നമ്മൾ അനുഭവിക്കുന്ന ക്ഷാമങ്ങളിലേക്കും ദുരിതങ്ങളിലേക്കും നോക്കി നമ്മൾ അസ്വസ്ഥപ്പെടാതെ, നിരാശപ്പെടാതെ, അസംതൃപ്തരാകാതെ കർത്താവിന്റെ വാഗ്ദാനങ്ങളിൽ ഹൃദയമുറപ്പിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെല്ലാം കർത്താവിന്റെ വചനങ്ങളിൽ ഹൃദയമുറപ്പിക്കുന്നുവോ അവരെ കർത്താവ് സൂക്ഷിക്കും. ദൈവം പറഞ്ഞു, നീ ഈജിപ്തിലേക്ക് പോകരുത്. ദൈവത്തിന്റെ വാക്ക് ഇസഹാക്ക് അനുസരിക്കുകയാണ്. അങ്ങനെ കടുത്ത ക്ഷാമത്തിന്റെ നാളുകളിൽ ഇസഹാക്ക് എന്താ ചെയ്തത്? ഉൽപ്പത്തിയുടെ പുസ്തകം 26-ന്റെ 12 നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എല്ലാവരും വചനം ശ്രദ്ധിക്കണം. ഇസഹാക്ക് ആ നാട്ടിൽ കൃഷി ഇറക്കുകയും അക്കൊല്ലം തന്നെ 100 മേനി വിളവെടുക്കുകയും ചെയ്തു. കർത്താവ് അവൻ അനുഗ്രഹിച്ചു. നമ്മളിത് ചിന്തിച്ചു നോക്കിയേ. ബുദ്ധിയും ബോധമുള്ള ആരെങ്കിലും കടുത്ത ക്ഷാമത്തിന്റെ നാളുകളിൽ ബിസിനസ് ഇടുക അല്ലെങ്കിൽ കൃഷി ഇറക്കുക? ഇപ്പോൾ ഈ COVID-19 സമയത്ത് നമ്മൾ വലിയ കോടികൾ മുടക്കിക്കൊണ്ടുള്ള ബിസിനസ്സുകളൊന്നും പെട്ടെന്ന് ആരും തന്നെ ചെയ്യത്തില്ല. സാമാന്യ ബുദ്ധിയുള്ളവരെ അല്ലെങ്കിൽ പിന്നെ അതുപോലുള്ള ബിസിനസ്സുകളാവണം. കഠിനമായ ക്ഷാമത്തിന്റെ സമയത്ത് കൃഷി ഇറക്കിയാൽ എന്ത് സംഭവിക്കും? കൃഷി മുഴുവൻ നശിച്ചു പോകും, വിളവ് കിട്ടുകയില്ല, അധ്വാനമെല്ലാം വൃഥാവായി മാറും. എന്നാൽ ദൈവമാണ് പറഞ്ഞിരിക്കുന്നത് ഇസഹാക്കിനോട് കൃഷി ഇറക്കാൻ. ദൈവത്തിന്റെ വാക്കുകളാണിത്. ഇത് ദൈവമായ കർത്താവിന്റെ ആലോചനകളാണ്. ഇവിടെ നമുക്കുള്ള ദൂത് കിടപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, ലോകം എന്തുമാത്രം പ്രതിസന്ധിയിലായാലും, ലോകത്തിൽ എന്തുമാത്രം കഠിനമായ ക്ഷാമങ്ങൾ ഉണ്ടായാലും, ദുരിതങ്ങൾ ഉണ്ടായാലും, ലോകരാജ്യങ്ങൾ കടുത്ത സാമ്പത്തികമായ പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോയാലും ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. ആരൊക്കെ കർത്താവിനെ സ്നേഹിക്കുന്നുവോ, ആരെല്ലാം കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നുവോ, ആരെല്ലാം കർത്താവിന്റെ വിശ്വസ്തയിൽ ജീവിക്കുന്നുവോ, ഈ കഠിനമായ ക്ഷാമത്തിന് നാളുകളിൽ അവരെ വളർത്തുവാൻ, അവരെ അനുഗ്രഹിക്കുവാൻ, അവരെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുവാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സംശയിക്കേണ്ട പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഒന്ന് ഇമോഷനാക്കാൻ പറയുന്നതല്ല, ഇത് സത്യമാണ്. ഇത് കർത്താവിന്റെ നിർമ്മലമായ വചനമാണ്. ഇസഹാക്ക് കൃഷി ഇറക്കി അക്കൊല്ലം തന്നെ 100 മേനി വിളവ്. ലോക ചരിത്രത്തിൽ ഒരു കർഷകൻ ഇതുപോലെ കിട്ടത്തില്ല. ഒരു നാളികേരം അത് വളർന്ന് പന്തലിച്ച് തെങ്ങായിട്ട് മാറി 100 മച്ചിങ്ങ ഉണ്ടായി. അതിലൊരു മച്ചിങ്ങ പോലും താഴെ പോകാതെ 100 നാളികേരമായിട്ട് മാറി. 100 മേനി വിളവ്. എപ്പോഴത് കിട്ടിയത്? കടുത്ത ക്ഷാമത്തിന് നാളുകൾ. അങ്ങനെയാണെങ്കിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ക്ഷാമങ്ങളെ ഭയപ്പെടണോ?
ലോകത്തിൽ സംഭവിക്കുന്ന പ്രതിസന്ധികളെ കണ്ട് നമ്മൾ അസ്വസ്ഥരാകണോ? ലോകത്തിൽ നടമാടുന്ന സാമ്പത്തികമായ പരാജയങ്ങൾ, ഫിനാൻഷ്യൽ ക്രൈസിസുകൾ കണ്ട് നമ്മൾ ആശങ്കയുള്ളവരാകണോ? വേണ്ട. കർത്താവിന് മുറുകെ പിടിക്കുക, കർത്താവിന്റെ വചനങ്ങളിൽ ഹൃദയമുറപ്പിക്കുക. ജീവിക്കുന്ന കർത്താവിനെ ആരാധിക്കുവാനും സേവിക്കുവാനും നമ്മൾ ഈ ഒരു കമ്മിറ്റ്മെന്റിലേക്ക്, ഈ ഒരു സമർപ്പണത്തിലേക്ക് നമ്മൾ അത്ഭുതങ്ങൾ കാണാം. 26:13 പിന്നെ എന്താ സംഭവിച്ചത്? ആ വാക്യം കൂടി നമുക്ക് സ്നേഹത്തോടെ വായിക്കാം. അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരുന്നു, ക്രമേണ അവൻ വലിയ സമ്പന്നനാവുകയും ചെയ്തു. കടുത്ത ക്ഷാമത്തിന് നാളുകൾ. ഈ അടുത്ത പലരും എന്നോട് പറഞ്ഞു, ചില ബിസിനസ്സുകാർ, സഹോദര, കോവിഡ് ലോകത്തിന് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കിയാലും ഞങ്ങളുടെ ബിസിനസ്സിന് ഒരു കുറവും വരുത്താതെ ഈ കോവിഡ് നാളുകളിൽ അല്പം കൂടി ബിസിനസ് കൂടി എന്നേ ഉള്ളൂ, അല്പം കൂടി ഞങ്ങളുടെ വരുമാനം വർദ്ധിച്ചു, കർത്താവ് ഞങ്ങൾ അനുഗ്രഹിച്ചു എന്ന് പലരും വ്യക്തിപരമായിട്ട് സാക്ഷ്യപ്പെടുത്തി. ഇതും ദൈവം ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഷെക്കേന ടെലിവിഷൻ വലിയ പ്രതിസന്ധിയുടെ സമയത്താണ് ഈ ടെലിവിഷൻ ശുശ്രൂഷയ്ക്ക് കർത്താവ് ജന്മം നൽകുന്നത്. നോട്ട് നിരോധനം, GST, അതിനിടയിൽ COVID-19, ഇതിൻ്റെ എല്ലാം വലിയ പ്രതിസന്ധിയുടെ നടുവിലാണ് ഷെക്കേന ടെലിവിഷന് കർത്താവ് രൂപം കൊടുക്കുന്നത്. പലരും എന്നോട് ചോദിച്ചു, എന്ത് മണ്ടത്തരയി കാണിക്കുന്നത്? ഇത് നിസ്സാരപ്പെട്ട കാര്യമല്ല. ഇതുപോലെ മനുഷ്യൻ സാമ്പത്തികമായി തകർന്ന് നട്ടം തിരിയുമ്പോൾ ഇത്രയും വലിയ ശുശ്രൂഷ അത് ചെയ്യാനുള്ള ഒരു സെറ്റപ്പും ഇല്ല, സാമ്പത്തിക ഭദ്രത ഒട്ടും തന്നെ ഇല്ല, മീഡിയ നോളജ് തീരെയില്ല, അതിനുവേണ്ട എക്യുപ്മെന്റ്സ് ഇല്ല, അതിനുവേണ്ട വളരെ എഫിഷ്യൻ്റായി ടീമില്ല. എന്ത് കണ്ടിട്ടാ ഇങ്ങനെ ചാടി ഇറങ്ങി പുറപ്പെടുന്നത്? ഇത് മണ്ടത്തരമാണ്. ഇതിന് ഭവിഷ്യത്ത് അനുഭവിക്കും, പിന്നെ റിവേഴ്സിലേക്ക് പോരാൻ പറ്റത്തില്ല, വലിയ കെണിയിൽ പെട്ടുപോകും, ജീവിതം തന്നെ ചിലപ്പോൾ ഇതിലൂടെ നശിച്ചു പോകുമെന്ന് പലരും സ്നേഹത്തോട് ഉപദേശിച്ചു. എന്നാൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മ ശക്തമായിട്ട് പറഞ്ഞു, ദിസ് ഈസ് മൈ മിഷൻ, ഇതെൻ്റെ ശുശ്രൂഷയാണ്, ഇതെൻ്റെ ശുശ്രൂഷയാണ്. ഞാനിതിനെ കരം പിടിച്ച് നയിക്കും, ഞാനിതിനെ വളർത്തും, ഞാനിതിനെ വലുതാക്കും, ഞാനിതെൻ്റെ ജനത്തെ അറിയിക്കും, ഈ ശുശ്രൂഷകളെ സ്നേഹിക്കാൻ ഞാൻ ഇടവരുത്തും, ഏത് പ്രതിസന്ധിയിലും ഞാനിതിനെ പരിപാലിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ പങ്കുവയ്ക്കുകയാണ്. കഠിനമായ 1 വർഷം 3 മാസേ ആയിട്ടുള്ളൂ ഷെക്കേന ടെലിവിഷൻ രൂപം കൊണ്ടിട്ട്. വലിയ പ്രതിസന്ധിയുടെ നാളുകളിലാണ് ഈ ടെലിവിഷൻ ജന്മം കൊണ്ട് ഞാൻ പറഞ്ഞു. എന്നാൽ കർത്താവ് ഞെരുക്കങ്ങളിലും കണ്ണുനീരിൻ്റെ ഈ അനുഭവങ്ങളിലും വേദനയുടെ ഈ നിമിഷങ്ങളിലെല്ലാം വിശ്വസ്തയോടെ കർത്താവ് കരം പിടിച്ച് നയിച്ചുകൊണ്ടിരിക്കുക. അനേകർക്ക് അത്ഭുതമാകുമാറ് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, കർത്താവേ, ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തോന്നുമാറ് കർത്താവിൻ്റെ വിശ്വസ്തത, കർത്താവിൻ്റെ പരിപാലന, ഒരു ക്ഷാമവും കർത്താവിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിഷയമല്ല. ലോകത്തിൽ നടമാടുന്ന ഒരു പ്രതിസന്ധിയും ക്ലേശവും കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക്, കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക്, കർത്താവിൻ്റെ വിശ്വസ്തതയിൽ വ്യാപരിക്കുന്നവർക്ക് പ്രശ്നമേ അല്ല എന്നുള്ള സത്യം ഈ വചനം പഠിപ്പിക്കുകയാണ്. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്ന ശക്തിയോടെ ഹല്ലേലൂയ പറയട്ടെ. ഹല്ലേലൂയ. നമ്മൾ പാടുന്നില്ലേ, ഈസഹാക്കിൻ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി 100 മേനി നൽകി ദൈവം അനുഗ്രഹിച്ചു, വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, നൽകി അനുഗ്രഹിച്ചു. ഈ ദൈവം ഇന്നും ജീവിക്കുന്നവനാ, ഈ ദൈവം ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാ, ഈ ദൈവമാണ് ഇന്നും നമ്മുടെ മധ്യേ ജീവനോടെ വസിക്കുന്നത്. വിശ്വസിക്ക്, നിരാശ കളയെ, ദുഃഖം കളയെ, മനസ്സിലുള്ള ആശങ്കകൾ വിട്ടുപോട്ടെ യേശുനാമത്തിൽ. ആ പൈശാചിക പീഡകൾ വിട്ടുമാറി പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. പ്രത്യാശ കൊണ്ട് നിറയെ, ആനന്ദം കൊണ്ട് നിറയെ, കർത്താവിന്റെ സ്വസ്ഥത കൊണ്ട് നിറയെ, കർത്താവിന്റെ വചനത്തിന്റെ സമൃദ്ധി കൊണ്ട് നിറയെ. ബ്ലെസ് ലോർഡ്. കർത്താവേ, നിന്റെ ജനത്തെ സന്ദർശിക്കണ ഈ സമയം.
കർത്താവേ, നീ അനേകരെ ആശ്വസിപ്പിക്കണം കർത്താവേ. അനേകർക്ക് ബലം നൽകണമേ കർത്താവേ. മൈറ്റി പവർ, മൈറ്റി പവർ, മൈറ്റി പവർ, മൈറ്റി പവർ, മൈറ്റി പവർ. കർത്താവ് ജന്മം കൊടുത്ത ശുശ്രൂഷകളെ, കുടുംബങ്ങളെ, ജീവിതങ്ങളെല്ലാം ഇതുപോലെ ദൈവം പരിപാലിക്കുന്നുണ്ട്. ലക്ഷങ്ങളുടെ ചെലവുകളും ബാധ്യതകളൊക്കെ ഉണ്ടായിട്ടും ദൈവം പയ്യെ പയ്യെ കൈപ്പിടിച്ച് നടത്തുകയാണ്. അസ്വസ്ഥരാകരുത്. കാരണം കർത്താവ് ചില നിശ്ചയങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്രകാരം ചിന്തിച്ചു. വെളിപാട് പുസ്തകം 3:10 ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇതൊരു പ്രവചനമായിട്ട് നിങ്ങൾ കണക്കൂട്ടിക്കോ. ലോകത്തിന് ഇനി പഴയതുപോലെ പോകാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. വളരെ കംഫർട്ടോട് കൂടി അടിച്ച് പൊളിച്ച് ദൈവത്തെ നിഷേധിച്ച് അഹങ്കരിച്ച് സുഖലോലുപത്തിൽ ഇമ്പങ്ങളിലും ആറാടി ഇനി ലോകത്തിന് അധികം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കർത്താവിൻ്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുക. കാലത്തിൻ്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവദിനത്തിന് മുന്നറിയിപ്പുകൾ എന്താ വിളിച്ചു പറയുന്നത്? കർത്താവിൻ്റെ രണ്ടാം വരവ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോകം അതിനു വേണ്ടി ഒരുങ്ങണം. തിരുസഭ അതിനു വേണ്ടി ഒരുങ്ങി കാത്തിരിക്കണം. കർത്താവിൻ്റെ ബഹുമാനപ്പെട്ട വന്യവൈദികരും സമർപ്പിതരും കർത്താവിൻ്റെ കുടുംബസ്ഥർ യുവജനങ്ങളെല്ലാം ഒരുപോലെ ഈ സത്യം ലോകത്തോട് ധീരതയോടെ പ്രഘോഷിക്കണം. ലോകത്തിൽ വലിയ നാശനഷ്ടങ്ങളും കഷ്ടതകളും ഇതെല്ലാം ഇനിയും ധാരാളമായിട്ടുണ്ടാകും പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ മറക്കരുത്. പരിശുദ്ധ അമ്മ സിസ്റ്റർ ലൂസിയോട് പറഞ്ഞു, വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങളുടെയും പ്രകൃതി വ്യതിയാനങ്ങളുടെയും കാലഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. കർത്താവിൻ്റെ വരവിന് മുൻപായിട്ടുള്ള ആ ഈറ്റുനോവിൻ്റെ ആരംഭത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു ദൈവമക്കളെ. രാഷ്ട്രീയ മണ്ഡലത്തിൽ, നിങ്ങൾ ലോകത്തെ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് നോക്ക്, ലോകത്തിലുള്ള സാമൂഹിക മണ്ഡലത്തിലേക്ക് നോക്ക്, ലോകത്തിലുള്ള ആത്മീയമായിട്ടുള്ള മാറ്റത്തിന്റെ മണ്ഡലത്തിലേക്ക് നോക്ക്. എല്ലായിടങ്ങളിലും ഒരു വലിയ മാറ്റത്തിന്റെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാ. ഇതെന്താ നമ്മോട് വിളിച്ചു പറയുന്നത്? ദൈവജനം ഒരുങ്ങേണ്ട സമയമാണിത്. നമ്മുടെ ആത്മാവിന്റെ രക്ഷ ഉറപ്പുവരുത്തി ജീവിക്കേണ്ട സമയം. നിസാര കാര്യങ്ങൾക്ക് വേണ്ടി സമയം കളഞ്ഞ് നമ്മുടെ നിത്യത നഷ്ടപ്പെടുത്തി കളയരുത് ദൈവമക്കളെ. വെളിപാട് 3:10 നമുക്കൊന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും ഒരുമിച്ച വചനം വായിക്കുക. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിലുണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. എന്തെന്നാൽ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എൻ്റെ വചനം നീ കാത്തു. എന്താ പരിശുദ്ധാത്മ പറയുന്നത്? ലോകത്തിലുള്ള സകല മനുഷ്യരെ, എല്ലാ ജനപദങ്ങളെയും, അവിടെ ജാതിയോ വർണ്ണമോ വർഗമോ ഭാഷയോ ദേശമോ ഒന്നും വിഷയമല്ല, സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിലുണ്ടാകാനിരിക്കുന്ന വിനാശത്തിൽ നിന്ന് പരിശോധന. അപ്പൊ ലോകത്തിൽ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും ദൈവമക്കൾ. അതിൻ്റെയൊക്കെ ചില അടയാളങ്ങളാണ് നമ്മൾ ഇപ്പോഴൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കുറേയല്ല, ഓരോന്നും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. ഭൂവാസികളെ പരിശോധിക്കുന്ന ഈ പരീക്ഷണ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ പ്രോമിസ് കണ്ടു. കർത്താവിനെ സ്നേഹിക്കുന്നവരെ, വില കൊടുത്ത് ആരെല്ലാം കർത്താവിന്റെ വചനത്തെ കാക്കുന്നുവോ, കർത്താവിന്റെ വചനങ്ങളെ പ്രമാണിക്കുന്നുവോ, അവരെ ഏത് കഷ്ടനഷ്ടങ്ങളിലും, എത്ര വലിയ ദുരിതങ്ങളിലും, തകർച്ചകളിലും, പകർച്ചവ്യാധികളിലും, പീഡനങ്ങളിലും കാത്തു സൂക്ഷിക്കാൻ കർത്താവിന് കഴിയും. തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ ആരറിയുന്നു? നിങ്ങളിത് പറഞ്ഞേ, ആരറിയുന്നു? കർത്താവ് അറിയുന്നു. ഞാൻ സംരക്ഷിക്കും, കാരണം നീ എൻ്റെ വചനം കാത്തു. പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എൻ്റെ വചനം നീ കാത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഒരു ഭേദം നിശ്ചയിച്ചിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ഒന്നിനെയും കണ്ട് അസ്വസ്ഥരാവണ്ട, പേടിക്കണ്ട. യഥാർത്ഥ സോഴ്സിലേക്ക് നമ്മൾ നോക്ക്. ആരാ നമ്മുടെ സോഴ്സ്? ദൈവമായ കർത്താവാണ്. യഥാർത്ഥ ഉറവിടത്തിലേക്ക് നോക്ക്. അവിടെ നമുക്ക് വേണ്ട സകല നന്മകളുമുണ്ട്, എല്ലാ നന്മകളുമുണ്ട്. ഇതിനോട് ബന്ധപ്പെട്ടൊരു വചനം
നിങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിലാണ് അത്. അവിടെ ആദ്യം നമുക്ക് 91-ാം സങ്കീർത്തനം എടുക്കാം. 91-ാം സങ്കീർത്തനം 7-ാമത്തെ വചനം. അറിയാവുന്ന വചനമല്ലേ? നമുക്ക് ആ വചനം ഉറക്കെ പറയാം. 91-ാം സങ്കീർത്തനം 7-ാമത്തെ വചനം. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000, എങ്കിലും നിനക്ക് ഒരു അനർത്ഥവും സംഭവിക്കുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. സകല ഭൂവാസികളെയും പരിശോധിക്കാൻ ലോകത്തിലുണ്ടാകുന്ന വിനാശങ്ങള്, ആപത്തുകള്, ലോകത്തിലുണ്ടാകുമ്പോൾ ചില പകർച്ചവ്യാധികൾ, ചില പീഡനങ്ങള്, ഇത് വേർതിരിവിന്റെ സമയ ദൈവമക്കളെ. കളയും വിളയും വേർതിരിക്കുന്നു, നെല്ലും പതിരും വേർതിരിക്കുന്നു. കർത്താവ് വേർതിരിക്കുകയാണ്. കർത്താവ് വേർതിരിക്കുന്ന സമയമാണിത്. വ്യക്തമായി പറയാ, നിനക്കൊരനർത്ഥം സംഭവിക്കില്ല. ലോകത്തിൽ പലതും നടക്കും, പലതും നടമാടും, നിനക്കൊരനർത്ഥം സംഭവിക്കുകയില്ല. വീണ്ടും വചനം പറയുന്നു, 9-ഉം 10-ഉം തിരുവാക്യങ്ങള്. അവിടെ എന്താ പറയുന്നത്? നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു, നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരു അനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? അയ്യോ, അത് സംഭവിച്ചാൽ നമ്മുടെ കാര്യം എന്താവും, ഇങ്ങനെ ഉണ്ടായാൽ നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താകും? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കർത്താവ് നമ്മളെ സൂക്ഷിക്കും, കർത്താവിനോട് ചേർന്ന് നിന്നാൽ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവത്തെ വലിയവനായി വിശ്വസിക്കുക, വലിയവനായി വിശ്വസിക്കുക. ഇതിനോട് ബന്ധപ്പെട്ട് പുറപ്പാട് പുസ്തകത്തിൽ കാണാൻ പറ്റും. ഇത് ലിറ്ററലി സംഭവിച്ചൊരു കാര്യം. ഇത് തന്നെയാണ് ഇനി വരാൻ പോകുന്ന നാളുകളിലും സംഭവിക്കാൻ പോകുന്നത്. അതിശയോക്തി പറയല്ല. കർത്താവ് അനുവദിച്ചാൽ നമുക്കത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും. പുറപ്പാടിൻ്റെ പുസ്തകം അവിടെ 9-ാം അധ്യായം 4-ാമത്തെ വചനം നമുക്കെടുക്കാം. 4-ാമത്തെ വചനം, പുറപ്പാട് 9:4. ഇസ്രായേൽക്കാരുടെയും ഈജിപ്തുകാരുടെയും മൃഗങ്ങൾക്ക് തമ്മിൽ കർത്താവ് ഭേദം കൽപ്പിക്കും. ആ വാക്ക് എല്ലാവരും ശ്രദ്ധിച്ചേ. കർത്താവ് ഭേദം, കർത്താവ് ഒരു അതിരിടുകയാണ് കേട്ടോ, വേർതിരിക്കുകയാണ് കർത്താവ്. നോക്കിയേ നിങ്ങൾ, കർത്താവ് വേർതിരിക്കുക. ഈജിപ്തുകാരുടെ മൃഗങ്ങള്, ഇസ്രായേൽക്കാരുടെ മൃഗങ്ങള് കർത്താവ് വേർതിരിക്കുകയാണ്. ഇതുപോലെ ലോകത്തിലുള്ള ജനതകളെ കർത്താവ് വേർതിരിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ സ്വന്തമായിട്ടുള്ളവരെ. ഇന്ന് ദൈവനിഷേധകരും ദൈവത്തെ ദുഷിക്കുക, എന്തൊക്കെ കൊള്ളുതായ്മകളെന്ന് കാണിക്കണേ. അഹങ്കാരത്തിൻ്റെ മുഴുപ്പ് കയറിയിട്ട് ദൈവത്തെ പോലെ അവഹേളിക്കാൻ മടിയില്ലാതെ കർത്താവിൻ്റെ വചനങ്ങളെ പുച്ഛിച്ച് കർത്താവിൻ്റെ സത്യസുവിശേഷത്തെ അപഹസിച്ചുകൊണ്ട് എന്തൊക്കെ പേക്കൂത്തുകളാണെന്ന് ലോകത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കർത്താവ് വേർതിരിക്കുകയാണ്, ഭേദം സൃഷ്ടിക്കുകയോ. പറയുമ്പോൾ എൻ്റെ മേൽ ശക്തമായ അഭിഷേകം വ്യാപരിക്കുന്നു. ജീസസ്, ജീസസ്, ജീസസ്. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ഈ അഭിഷേകം നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ, കൂട്ടായ്മകളിലേക്ക് ഒഴുകട്ടെ, നമ്മുടെ മക്കളിലേക്ക് ഒഴുകട്ടെ, നമ്മുടെ ആവശ്യങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. കരമുയർത്തി സ്വർഗം പകരുന്ന അഭിഷേകത്തെ ഏറ്റെടുത്ത് വിശ്വാസത്തോടെ വിളിക്കുന്നു, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. നീ ചെയ്യുന്ന വലിയ കാര്യങ്ങൾക്കായി സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ നന്മകൾക്കായി സ്തുതിക്കുന്നു. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി ജീസസ്. കർത്താവേ, പകരുക, പകരുക, സാന്നിധ്യം പകരുക, ശക്തി പകരുക. അനോയിന്റ് us, അനോയിന്റ് us. കർത്താവേ, അനോയിന്റ് us, അനോയിന്റ് us, അനോയിന്റ് us. കർത്താവ് ഭേദം കൽപ്പിച്ചു. കർത്താവ് വേർതിരിക്കുകയാണ്. എനിക്കുള്ളവര്, എനിക്ക് ഇല്ലാത്തവര്. അത് കർത്താവ് തന്നെ ചെയ്ത് അവര് തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞതാണ്. 6-ാമത്തെ വചനം ശ്രദ്ധിച്ച്, പുറപ്പാട് 9:6. നമുക്ക് പെട്ടെന്ന് ആ വാക്യം കൂടി ഒന്ന് ശ്രദ്ധിക്കാം. പുറപ്പാട് 9:6. അടുത്ത ദിവസം തന്നെ കർത്താവ് അപ്രകാരം പ്രവർത്തിച്ചു. ഈജിപ്തുകാരുടെ മൃഗങ്ങളെല്ലാം ചത്തൊടുങ്ങി, എന്നാൽ ഇസ്രായേൽക്കാരുടെ മൃഗങ്ങളിൽ ഒന്നുപോലും ചത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ, വേർതിരിച്ച കർത്താവ് അവരെ സൂക്ഷിച്ചു. എൻ്റെ സഹോദരി സഹോദരങ്ങൾ, ഇതുപോലെ ലോകത്തിൽ എന്തൊക്കെ വിനാശങ്ങൾ സംഭവിക്കട്ടെ, ലോക യുദ്ധങ്ങൾ വരട്ടെ, പ്രശ്നങ്ങൾ വരട്ടെ, വരാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം,
പ്രാശ്ചിത്തം ചെയ്ത് ലോകത്തിൻ്റെ മേൽ ദൈവകരുണ നിറഞ്ഞൊഴുകാൻ വേണ്ടി കടുനീരോടെ നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷെ സംഭവിച്ചാൽ വിഷമിക്കേണ്ട, സൂക്ഷിക്കാൻ കർത്താവിന് പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത്, എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും കർത്താവിന് നമ്മളെ പരിപാലിക്കാൻ അതൊന്നും തടസ്സമല്ല. ദൈവമക്കളെ, തടസ്സമല്ല. ഇത് നമ്മൾ വിശ്വസിക്കണം. ഒരു കൊച്ചു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജീസസ് ജീസസ് സാഹചര്യങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവം നടത്തിയ എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ട്, എത്രയോ അനുഭവങ്ങൾ. ഞാൻ ഓർക്കാണ്, ഷെക്കേന ടെലിവിഷനിൽ ലൈസൻസിനോട് ബന്ധപ്പെട്ട് ലൈസൻസ് അപ്രൂവലാവോ, ഇത് കിട്ടുമോ എന്നൊക്കെയുള്ള പല പല ആശങ്കകളൊക്കെ പലപ്പോഴും, കാരണം നമുക്കത്ര ഈസി അല്ല. പക്ഷെ ദൈവം ഈ സമയത്തൊക്കെ പല വിധത്തിൽ പ്രതിസന്ധികളുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി. ഇതൊരു പബ്ലിക് മീഡിയ ആയതുകൊണ്ട് നമുക്ക് എല്ലാം പറയാൻ പറ്റത്തില്ല. കൂടെ നിൽക്കുന്നവരിലും അതുപോലെ തന്നെ കൂട്ടായ്മയോട് ബന്ധപ്പെട്ടൊക്കെ പലർക്കും സംശയമുണ്ടായി, ആശയക്കുഴപ്പങ്ങളുണ്ടായി. ഇത് വെളിച്ചം കാണുമോ, ഇത് മുട്ടെത്തുമോ, അല്ലെങ്കിൽ ഈ മിഷൻ സക്സസ് ആവുമോ, ഇത് ലോഞ്ച് ചെയ്യപ്പെടുമോ, ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുമോ, 100 ആശങ്കകൾ. കാരണം നമുക്ക് അങ്ങനെയുള്ള ഒരു നോളേജും ഇല്ല, ഇതിൻ്റെ നിയമങ്ങൾ അറിയത്തില്ല, വളരെ സാധാരണക്കാരല്ലേ നമ്മൾ. അങ്ങനെ വലിയ പ്രതിസന്ധികൾ സംഭവിച്ചൊരു സമയം. എന്നാൽ ഞാൻ കർത്താവിൽ അഭിമാനത്തോടെ പറയട്ടെ, ഈ പ്രതിസന്ധികളിലും നമുക്കറിയില്ലെങ്കിൽ കർത്താവ് സർവജ്ഞാനിയല്ലേ. കർത്താവ് മരമണ്ടൂസാണോ? ആണോ? കർത്താവ് ഒമിനിഷ്യൻ്റെ സർവജ്ഞാനിയായ ദൈവമാണ്. ഈ പ്രതിസന്ധിയുടെ നാളുകളിൽ കരുതലോടെ, വിശ്വസ്തയോടെ കർത്താവ് അങ്ങ് കൈപിടിച്ച് നടത്തി. എല്ലാം കർത്താവ് അങ്ങ് ക്രമീകരിക്കുകയാണ്, കർത്താവ് എല്ലാം ഒരുക്കുകയാണ്. പലരും എന്നോട് പറഞ്ഞു, കോവിഡ് സമയത്ത് ഷെക്കേന എത്ര അനുഗ്രഹമായി. ലൈവ് കുർബാനകൾ, ലൈവ് കൺവെൻഷനുകൾ, ധ്യാനങ്ങൾ, മറ്റാത്മീയ ശുശ്രൂഷകൾ, ആനുകാലിക സംഭവങ്ങളിലൂടെയുള്ള സഭയുടെ നിലപാടുകൾ, അതുപോലെ തന്നെ സത്യസന്ധമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ, ഇതൊക്കെ ജനത്തിലേക്ക് എത്തിക്കാൻ ദൈവം ഈ എളിയ മാധ്യമത്തെ ഉപയോഗിച്ചില്ലേ. ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമായെന്ന് പലരും പറയാറുണ്ട്. കേൾക്കുമ്പോൾ കണ്ണ് നിറയാറുണ്ട്. കർത്താവിൻ്റെ സ്നേഹമാണ് ദൈവമക്കളെ. ഇതൊക്കെ ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ? ഇത് കർത്താവിൻ്റെ മനസ്സിലുള്ള കാര്യമാണ്, കർത്താവിൻ്റെ പദ്ധതിയാണ്. ഇത് കർത്താവിൻ്റെ സ്വപ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കണേ. അതുകൊണ്ടാണ് പ്രതികൂലങ്ങളിൽ, പ്രതിബന്ധങ്ങളിൽ കർത്താവ് കൈപ്പിടിച്ച് നടത്തിയ അനുഭവങ്ങൾ. ബെന്നിസാറിൻ്റെ പ്രോപനങ്ങളെ വിടാം. നമ്മൾ അനേകർ വായിച്ചിട്ടുള്ള പുസ്തകം വായിക്കുമ്പോൾ കണ്ണുനീരോടുകൂടെ അല്ല വായിക്കാൻ പറ്റുമോ? കർത്താവിൻ്റെ മിഷന് വേണ്ടി ബെന്നിസാർ അനുഭവിച്ച അനുഭവങ്ങൾ, അദ്ദേഹം കടന്നുപോയ വഴികൾ, ദൈവം പരിപാലിച്ച നിമിഷങ്ങൾ, അനുഭവങ്ങളൊക്കെ എന്തൊരു ലൈവ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. ജീസസ് ജീസസ് ജീസസ്. ഇത് കോൺക്രീറ്റ് പോലെ ഹൃദയത്തിൽ അങ്ങ് ഉറയ്ക്കണം. നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവം വെറുമൊരു ആശയമല്ല, വെറുമൊരു ഫിലോസഫി അല്ല. ജീവിക്കുന്ന ദൈവമാണ്, ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ്. അതിനാൽ യേശയ്യാ പ്രവചനം 58:11 എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. ഒരാഴ്ച കാലത്തേക്ക്, 2 ആഴ്ച കാലത്തേക്ക്, 1 മാസത്തേക്കല്ല. കർത്താവ് നിന്നെ നിരന്തരം, എല്ലാവരും പറഞ്ഞേ, കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. പറഞ്ഞേ, കർത്താവ് നിന്നെ നിരന്തരം. പോരാ, കുറച്ചുകൂടി വിശ്വാസത്തോടെ, ഉണർവോടെ പറഞ്ഞേ, കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും. മരുഭൂമിയിൽ സമൃദ്ധി നൽകാൻ, മരുഭൂമിയിലും മേശയൊരുക്കാൻ കഴിയുന്നവൻ. നിന്റെ അസ്ഥികൾ ബലപ്പെടും. നനച്ചു വളർത്തി പൂന്തോട്ടും വറ്റാത്ത നീരുറവയും പോലെ നീ തീരും. മരുഭൂമിയിൽ സമൃദ്ധി തരുവാൻ, മരുഭൂമിയിൽ മേശയൊരുക്കാൻ കർത്താവിന് കഴിയും. ദൈവമക്കളെ, ഏത് ക്ഷാമത്തിലും, ഏത് ക്ലേശത്തിലും, എത്ര വലിയ പ്രതിസന്ധിയിലും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ, ആവശ്യങ്ങൾ നിറവേറ്റൽ മാത്രമല്ല, നമ്മളെ വളർത്തുവാൻ, നമ്മളെ അനുഗ്രഹിക്കുവാൻ, നമ്മളെ അഭിവൃദ്ധിയിലേക്ക് നയിക്കാൻ. എനിക്ക് നമ്മുടെ ഹോണസ്റ്റ്, തൃശ്ശൂരുള്ളൊരു ബേക്കറിയാണ് ഹോണസ്റ്റ് ജോസങ്ങൾ. എനിക്ക് ജോസങ്ങൾ വലിയ ഇഷ്ടമാണ്. ഇത്തിരി പ്രായോഗികമായ ജോസങ്ങൾ ഒരുപാട് കർത്താവിൻ്റെ വേലയെ സ്നേഹിക്കുകയും കർത്താവിൻ്റെ ശുശ്രൂഷകരെ ആദരിക്കുകയും ചെയ്ത കർത്താവിൻ്റെ ഒരു പ്രിയപ്പെട്ട ദാസനാണ് ജോസങ്ങൾ. അദ്ദേഹം ഈ നാടൻ ശൈലിയിലാണ് കർത്താവിനോട് സംസാരിക്കുക.
അപ്പം ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് എന്നോട് പറയും, മോനെ നീ കർത്താവിനടുത്ത് വന്ന് നമ്മൾ ഈ നാടൻ ശൈലിയിൽ കർത്താവിനോട് അങ്ങ് സംസാരിക്കണ. എനിക്ക് അങ്ങളുടെ ഈ ഭാഷകൾ, ഈ ശൈലികളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പലപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. പലപ്പോഴും ലോകത്തിൽ അല്ലെങ്കിൽ ആ സമയത്ത് നമ്മുടെ ദേശത്ത്, രാജ്യത്ത് ചില പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ചില ക്ഷാമങ്ങൾ ഒക്കെ ഉള്ള സമയത്താണ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ കർത്താവ് വളർത്തിയത്, ഉയർത്തിയത്. ഇതൊരു വെച്ചുകെട്ടി പറയുന്നൊരു അനുഭവമല്ല ദൈവമക്കളെ. തൻ്റെ വാർദ്ധക്യത്തിലും എന്തൊരു സ്നേഹത്തോടെയാണ് അദ്ദേഹം ദൈവരാജ്യത്തിൻ്റെ വേലകളെ നോക്കിക്കാണണമെന്നറിയോ. ഇതുപോലുള്ള അനേകരെ കർത്താവ് അവിടെ ഇവിടെയൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ദൈവം അവരൊക്കെ പരിപാലിക്കുന്നുണ്ട്. അദ്ദേഹത്തിൽ ഒരുപാട് വ്യക്തികളെ കർത്താവ് സപ്പോർട്ട് ചെയ്തു. ഞാൻ അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞ് മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല. ദൈവം ഇതുപോലെയൊക്കെ ഈ നാളുകളിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ആഴമേറിയ ബോധ്യം നമ്മുടെ അകത്തുണ്ടാകണം. നമ്മുടെ അകത്തത് കത്തണം, കത്തിപ്പടരണം. അതുകൊണ്ട് ഈ സമയങ്ങളിൽ ബിസിനസ് പൊളിഞ്ഞു പോയവർ നിരാശപ്പെടേണ്ട. നിങ്ങൾക്ക് വേണ്ട പുതിയ വഴി കർത്താവിൻ്റെ കയ്യിലുണ്ട്. ജോലി നഷ്ടപ്പെട്ടവർ പേടിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ട പുതിയ അഭിഷേകം കർത്താവിൻ്റെ കയ്യിലുണ്ട്. വരുമാന മാർഗങ്ങൾ അടഞ്ഞു പോയവരെ ആകുലപ്പെടേണ്ട. ചില വാതിലുകൾ ദൈവം നിങ്ങൾക്കായി തുറന്നു വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുക ദൈവമക്കളെ. ദാനിയേൽ പ്രവചനം 14-ാം അധ്യായത്തിലെ വളരെ മനോഹരമായൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ പ്രവാചകനായ ദാനിയേൽ സിംഹങ്ങളുടെ കുഴിയിൽ കിടക്കുക. 6 സിംഹങ്ങളാണ് ആ സിംഹ കുഴിയിലുള്ളത്. ദിവസങ്ങളായിട്ട് ഈ സിംഹങ്ങൾക്ക് ആഹാരം കൊടുത്തിട്ടില്ല. ദാനിയേലിനെ പെട്ടെന്ന് കൊന്ന് തിന്നാൻ വേണ്ടിയിട്ട് ഈ സിംഹക്കുഴിയിലേക്ക് ദാനിയേലിനിട്ടു. അവിടെ ദാനിയേൽ കിടക്കുകയാണ്. 14-ാം അധ്യായം 33-34 വചനങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കും. 34-ാമത്തെ വചനം, 14-34 എന്താ പറയുന്നത്? കർത്താവിൻ്റെ ദൂതൻ ഹബക്കുക്കിനോട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള ഭക്ഷണം ബാബിലോണിൽ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് കൊണ്ടുപോയി കൊടുക്കുക. ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്നറിയോ? ദാനിയേല് ദിവസങ്ങളായി ബാബിലോണിൽ സിംഹക്കുഴിയിൽ ആഹാരമില്ലാതെ കിടക്കുക. കർത്താവിനോട് പ്രാർത്ഥിച്ചു ആരാധിച്ചും സിംഹങ്ങളോട് സുവിശേഷം പറഞ്ഞു ദാനിയേൽ ഇങ്ങനെ ആരാധിച്ച് കിടക്കുക. ഒരു പ്രശ്നവും നിങ്ങൾ ചിന്തിക്കണ, കടുത്ത സിംഹത്തിന് കുഴിയിലാണ് കിടക്കണേ. ദൈവം കാക്കുകയാണ്. ഈ സമയത്ത് മറ്റൊരു പ്രവാചകൻ, ഹബക്കുക്ക് പ്രവാചകൻ, തൻ്റെ വയലിൽ ജോലി ചെയ്യുന്നവർക്ക് ആഹാരമായി പോണ സമയത്താണ് കർത്താവ് തൻ്റെ ദൂതനെ വിട്ട് ഹബക്കുക്കിനോട് പറയും, ഹബക്കുക്ക്, നീ ആഹാരം ബാബിലോണിൽ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് കൊണ്ടുപോയി കിടക്കുക. ഹബക്കുക്ക് പറയും, അല്ലയോ പ്രഭോ, ഞാൻ ബാബിലോൺ കേട്ടിട്ട് പോലുമില്ല, എനിക്ക് സിംഹക്കുഴി അറിയത്തില്ല. കർത്താവ് പറഞ്ഞു, നീ അധികം അത് റിസർച്ച് നടത്തേണ്ട ആവശ്യമില്ല, നീ അങ്ങ് അനുസരിച്ചാൽ മതി. കർത്താവിന് ദൂതൻ ഹബക്കുക്ക് പ്രവാചകന്റെ മുടിയിൽ പിടിച്ച് വായു വേഗത്തിൽ ബാബിലോണിൽ എത്തുകയാണ്. ഹബക്കുക്ക് വിളിച്ചു പറയും, അല്ലയോ ദാനിയേലെ, ദൈവത്തിന്റെ പ്രവാചക, ദൈവം നിനക്ക് എത്തിച്ചെന്നിരിക്കുന്ന ഭക്ഷണം നീ കഴിച്ചാലും. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ബാബിലോൺ ഇന്നത്തെ ഇറാഖിലാണ്. ഇറാഖിൽ കിടക്കുന്ന ദാനിയേലിനെ ബ്രേക്ക്ഫാസ്റ്റ് ദൈവം എവിടെന്നാണ് കൊടുക്കുന്നത്? ഇസ്രായേലിൽ നിന്ന് കൊണ്ടുപോയി കൊടുക്കുകയാണ്. 100 കണക്കിന് കിലോമീറ്ററുകൾ ദൂരെ നിന്ന്. ചിന്തിക്കണം ദൈവമക്കളെ, കർത്താവിന് ഇതൊന്നും വിഷയമല്ല. ആരെ കർത്താവിനെ സ്നേഹിക്കുന്നുവോ, ആരെല്ലാം കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നുവോ, വിശ്വസ്തയോട് അവനിൽ വ്യാപരിക്കുന്നുവോ, അവർക്ക് വേണ്ടി കർത്താവ് എന്തും ചെയ്യും. ഹല്ലേലൂയാ, ഹല്ലേലൂയ. എന്തും, ഞാൻ ആ വാക്ക് തന്നെ ഉറക്കെ പറയട്ടെ, എന്തും ചെയ്യും കർത്താവ്. അവിടെ സ്നേഹത്തിന് മുമ്പിൽ കർത്താവ് നിർബന്ധിതനാകും. കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ലോകത്തിന് ഇത് സത്യമാണോ യാഥാർത്ഥ്യമാണെന്ന് തോന്നുമാറ് ദൈവത്തിന്റെ പ്രവർത്തികളെ വെളിപ്പെടുത്തും. വീരോടെ പ്രവർത്തിക്കാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. യഹോവ നിസി, യഹോവ ജയറേ, നമ്മളെ കരുതുന്ന ദൈവം, നമ്മുടെ ജയക്കൊടിയായ ദൈവം. പ്രിയപ്പെട്ടവർ, ഈ സമയത്ത് ദാനിയേൽ പറയുന്നൊരു വാക്കുണ്ട്. ദാനിയേൽ പ്രവചനം 14:37, ഈ വചനം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 37 എന്താ നമ്മൾ കാണുന്നത്? 37-38 ദാനിയേൽ പറഞ്ഞു, ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. ആ വചനം ശ്രദ്ധിച്ച്, ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു,
അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. ക്ഷാമകാലത്തും ക്ലേശകാലത്തും കഷ്ടതയുടെ കാലത്തും പ്രതികൂലത്തിന്റെ കാലത്തും ദൈവം നമ്മൾ ഉപേക്ഷിക്കില്ല. ദൈവമക്കളെ, നമ്മൾ വിശ്വസ്തയോടെ കർത്താവ് പരിപാലിക്കും. ഈ സത്യം മനസ്സിലാക്കി നമ്മൾ അല്പസമയം പ്രാർത്ഥിക്കാൻ പോകണം. നിരാശ മാറ്റി, കണ്ണുനീര് തുടക്കേ, ദുഃഖങ്ങൾ മാറട്ടെ, സങ്കടങ്ങൾ മാറട്ടെ. പലരും ചിന്തിക്കുന്ന ബ്രദറെന്ന് പ്രസംഗിക്കാൻ എളുപ്പം അല്ല. പ്രിയപ്പെട്ടവരെ, ഇതിലൂടെയൊക്കെ കടന്നു പോകുന്നവരാ നമ്മൾ ഓരോരുത്തരും. നിങ്ങൾ ഇവിടെ നിന്ന് ഈ വചനം പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഇത് അല്ലിലും അലച്ചിലുമില്ലാത്ത ജീവിതമാണ്. നല്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ദൈവമക്കളെ, ഒരുപാട് കണ്ണുനീരിൻ്റെ അനുഭവങ്ങളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്. ഇതിന് നടുവിൽ നിന്ന് തന്നെ കർത്താവിൻ്റെ വചനം നിങ്ങൾ അറിയിക്കുന്നത്. നമുക്ക് ആർക്ക പ്രശ്നങ്ങളില്ലാത്ത, ആർക്ക ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാത്ത, പക്ഷെ നമുക്കൊരു ആശ്വാസമുണ്ട്. എല്ലാറ്റിനും നമ്മോടൊപ്പം നമ്മുടെ കർത്താവുണ്ട്. നമ്മുടെ കർത്താവുണ്ട്. അതാണ് നമ്മളെ ഡിഫറെൻ്റ് ആക്കുന്നത്. അതാണ് നമ്മളെ ബ്ലെസ്സഡ് ആക്കുന്നത്. നമുക്കതിനായി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കരങ്ങൾ കർത്താവിന് മുൻപിലേക്ക് ഉയർത്തി, എല്ലാവരും ഉയർത്തിപ്പിടിച്ച് ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവത്തെ വലിയവനായി വിശ്വസിക്കുക. ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവത്തെ വലിയവനായി വിശ്വസിക്കുക. ദൈവത്തെ വലിയവനായി വിശ്വസിക്കുക. സാഹചര്യം എന്തുമാകട്ടെ, ദൈവത്തെ വലിയവനായി വിശ്വസിക്കുക. പ്രശ്നങ്ങൾ എന്തുമാത്രം കൊഴഞ്ഞു മറിഞ്ഞായിക്കൊള്ളട്ടെ, ദൈവത്തെ വലിയവനായി വിശ്വസിക്കുക. എത്ര വലിയ തകർച്ചകളാകട്ടെ, ദൈവത്തെ വലിയവനായി വിശ്വസിക്കുക. എത്ര വലിയ പ്രതിസന്ധികളാകട്ടെ, ദൈവത്തെ വലിയവനായി വിശ്വസിക്കുക. കരമുയർത്തി വിളിക്കുന്നു, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവേ. കൃപ ചൊരിയണമേ, കൃപ വർഷിക്കണമേ. ആവശ്യങ്ങളിൽ, നിയോഗങ്ങളിൽ കൃപ വർഷിക്കണമേ. ദുരിതങ്ങളിൽ, സങ്കടങ്ങളിൽ, വേദനകളിൽ കൃപ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. തൻ ക്രൂശുമതി എനിക്ക്, ആമേൻ. യേശുമതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശുമതി, സ്നേഹം മതി, തൻ ക്രൂശുമതി എനിക്ക്. ആമേൻ. യേശുമതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. നിത്യജീവൻ മതി എനിക്ക്. നിത്യജീവൻ മതി. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഭൂമിയിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്വനായ പിതാവ് നിറവേറ്റി തരും. നമ്മൾ 10,000-ങ്ങളാണ് ഇവിടെ ഈ ശുശ്രൂഷ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ പോവാണ്. കർത്താവിന് ശക്തി ഇറങ്ങി വരട്ടെ, കർത്താവിന് കൃപയുടെ കരം വെളിപ്പെടട്ടെ. പ്രതിബന്ധങ്ങളെ ഭേദിക്കുന്ന അഭിഷേകം, പ്രതികൂലങ്ങളെ നീക്കം ചെയ്യുന്ന അഭിഷേകം, സകല വെല്ലുവിളികളെ വെട്ടിമുറിക്കുന്ന അഭിഷേകം, മലകളെ നിരപ്പാക്കുന്ന അഭിഷേകം, പിച്ചള വാതിലുകളെ തകർക്കുന്ന അഭിഷേകം, ഇരുമ്പോടം ഒടിക്കുന്ന അഭിഷേകം, അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കുന്ന അഭിഷേകം ഈ സമയം വെളിപ്പെടട്ടെ. കരമുയർത്തി വിളിക്കുന്നു, ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കരുണ കാണിക്കണമേ. നിന്നെ തന്നെ അനുഗ്രഹിക്കണമേ. കർത്താവേ, സൗഖ്യം കൊടുക്കണമേ, വിടുതൽ കൊടുക്കണമേ. മക്കളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കണമേ, തലമുറകളെ കൊടുക്കണമേ. വിവാഹ തടസ്സം മാറ്റണമേ. വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കണമേ. കുടുംബങ്ങൾ അനുഗ്രഹിക്കണമേ. ജീവിതങ്ങൾ അനുഗ്രഹിക്കണമേ. രോഗപീഠകൾ മാറട്ടെ. പൈശാചിക മുഖങ്ങൾ ഒടിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ചു പ്രാർത്ഥിക്കേ എന്റെ സഹോദരി സഹോദരങ്ങളെ. വിശ്വാസത്തോടെ ഹൃദയത്തോടെ ഒരിക്കൽ കൂടെ വിളിക്കുന്നു, യേശുവേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കൃപ നിറയട്ടെ. അനേകര് ദൈവശക്തി നിറയട്ടെ, ദൈവസ്നേഹത്താൽ നിറയട്ടെ, സൗഖ്യത്താൽ നിറയട്ടെ, അഭിഷേകത്തിൽ നിറയട്ടെ. പരിശുദ്ധാത്മ തീ പടരട്ടെ, പരിശുദ്ധാത്മ കാറ്റടിക്കട്ടെ. എല്ലാ കെട്ടുകളും പൊട്ടി പൊട്ടി പോകട്ടെ. കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. ഏത് ആവശ്യങ്ങളിലും ദൈവത്തെ വലിയവനായി വിശ്വസിക്കാൻ കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ. ഏത് ആവശ്യങ്ങളിലും ഏത് കാര്യങ്ങളിലും കർത്താവിനെ വലിയവനായി 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 വിശ്വസിക്കാൻ കൃപ തരണമേ, കൃപ തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Bless, bless, anoint in the name of Jesus.
കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. കുടുംബങ്ങളിൽ ദൈവശക്തി ഇറങ്ങട്ടെ, കൂട്ടായ്മകളിൽ ദൈവശക്തി ഇറങ്ങട്ടെ, രോഗികളിൽ ദൈവശക്തി ഇറങ്ങട്ടെ, വേദനിക്കുന്നവരിൽ ദൈവശക്തി ഇറങ്ങട്ടെ. സമസ്ത തലങ്ങളിലും ദൈവകൃപ വ്യാപരിക്കട്ടെ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം, ഈശോയെ മഹത്വം, ഈശോയെ മഹത്വം. കൃപ തരണമേ, കൃപ തരണമേ. ഏതാവശ്യങ്ങളിലും എത്ര ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവമായ കർത്താവിനെ വലിയവനായി വിശ്വസിക്കാൻ കൃപ തരണമേ, അഭിഷേകം തരണമേ. ആമേൻ. കർത്താവ് നമുക്ക് വേണ്ടി വീറോടെ പ്രവർത്തിച്ച സമയമാണിത്. അനേകരുടെ കെട്ടുകളെ കർത്താവ് പൊട്ടിച്ചു കളഞ്ഞു, മുഖങ്ങൾ ഒടിച്ചു കളഞ്ഞു, രോഗികളെ സൗഖ്യമാക്കി. ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ ശക്തി ഇറങ്ങി. വരും ദിനങ്ങളിൽ നമുക്കതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാൻ കർത്താവ് ഇടവരുത്തും. ആ ഫലങ്ങൾ ലഭിച്ചു കഴിയുമ്പോൾ സാധിക്കുന്നവരെ ഷെക്കേനയുടെ ഓഫീസിലേക്ക് വിളിക്കണം. നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം. നിങ്ങൾ വീണ്ടും പ്രാർത്ഥന ആവശ്യങ്ങൾ നിയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പറഞ്ഞതുപോലെ അതിനു വേണ്ടി ഒരു വ്യക്തിയെ നമ്മൾ ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. വേണ്ട നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട മറുപടി സന്ദേശങ്ങളൊക്കെ വാട്സപ്പിലൂടെ നൽകും. അപ്പം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. 24 മണിക്കൂറും നമുക്കവിടെ നിത്യാരാധന, ദിവ്യകാരുണ്യ ആരാധനയുണ്ട്. 24 hour കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്, കൗദാശികപരമായി തന്നെ. അപ്പോൾ ഏത് സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ വിളിച്ചറിയിക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിരാശപ്പെടരുത്. സാഹചര്യങ്ങൾ എന്തുമാവട്ടെ, കർത്താവിൻ്റെ പരിപാലനയ്ക്ക് ഒരു കുറവും ഉണ്ടാവുകയില്ല. കാരണം അവൻ വിശ്വസ്തനായ ദൈവമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ഞങ്ങൾക്ക് വേണം. വ്യക്തിപരമായി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഷെക്കേന ടീമിന് വേണ്ടി പ്രാർത്ഥിക്കണം. നല്ലൊരു എഫിഷ്യൻറ്റ് ടീമായി കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ഷെക്കേന ടീം വളരാനായിട്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരുമിച്ച് കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ വേലയിൽ തികഞ്ഞവരായിട്ട് മാറാം. കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് അവിടുത്തെ വിശ്വസ്തതയിൽ നമുക്ക് ജീവിക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും ജീവിക്കുന്ന കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.